ലോകമെങ്ങുമുള്ള മുസ്ലിം സഹോദരങ്ങൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി പാമ്പനാർ ജുമാ മസ്ജിദ് പള്ളിയിൽ പള്ളി ഇമാം മുഹമ്മദ് അജ്മൽ വക്കഫയുടെ കാർമ്മികത്വത്തിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. വിശ്വാസി സമൂഹത്തിന് പെരുന്നാൾ നമസ്കാരത്തിന് എല്ലാ സൗകര്യങ്ങളും പള്ളി അങ്കണത്തിൽ ഒരുക്കിയിരുന്നു. പാമ്പനാർ ജമായത്ത് പള്ളിയിൽ രാവിലെ 9 മണിക്ക് തന്നെ പെരുന്നാൾ നമസ്കാരങ്ങൾ ആരംഭിച്ചു. ഈദ് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സുദിനമാണ് എന്നും മതസൗഹാർദ്ദം തകരുന്ന ഈ കാലഘട്ടത്ത് സാഹോദര്യവും സൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നും ഇമാം പെരുന്നാൾ സന്ദേശത്തിൽ അറിയിച്ചു. കേരളമടക്കം പല രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ഈദുൽ ഫിത്തർ കൊണ്ടാടുകയാണ്. ഇന്നലെ ഒമാൻ ഒഴികെ ഗൾഫ് രാഷ്ട്രങ്ങളിലെല്ലാം ഈദുൽ ഫിത്തറായിരുന്നു. പരിശുദ്ധമായ ഇസ്ലാം 2 ആഘോഷങ്ങളാണ് നമുക്ക് അനുവദിച്ചു നൽകിയിരിക്കുന്നത്. ഒന്ന് ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ, 2 ഈദുൽ അദ്ഹ ബലിപ്പെരുന്നാൾ. ഈദുൽ ഫിത്തർ എന്ന് പറയുമ്പോൾ അത് ഒരു മാസക്കാലം സർവാധിപതിയായ പടച്ച തമ്പുരാന് മുമ്പിൽ ഒരു വിശ്വാസി അവൻ്റെ എല്ലാം ത്യജിച്ച് പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് അവൻ്റെ ശാരീരികമായ ഇച്ഛകൾക്ക് തടയിട്ട് ജീവിച്ചവരായിരുന്നു. എത്ര വിശപ്പുണ്ടെങ്കിലും അവൻ്റെ അടുക്കൽ സുഭിക്ഷമായ ഭക്ഷണം എത്തിയാൽ പോലും അത് വേണ്ടെന്ന് വെച്ചു റബ്ബിൻ്റെ തൃപ്തിക്കായി. ഈ ശക്തമായ ചൂടിൻ്റെ സമയത്തും ശക്തമായ ദാഹം അനുഭവപ്പെടുമ്പോഴും അവൻ്റെ മുമ്പിൽ എത്ര വലിയ തണുത്ത പാനീയങ്ങൾ കൊണ്ടുവച്ചാലും അതും അവൻ ഉപേക്ഷിച്ചു അവൻ്റെ റബ്ബിൻ്റെ തൃപ്തിക്കായി. ഇങ്ങനെ ശാരീരികമായ ഇച്ഛകൾ പരിപൂർണമായും പ്രഭാതം മുതൽ പ്രദോഷം വരെ വികാരവിചാരങ്ങൾ ഒഴിവാക്കി എല്ലാം സർവാധിപതിയായ റബ്ബിന് മുമ്പിൽ സമർപ്പിച്ചവരാണ് വിശ്വാസികളായ മുസ്ലിമീങ്ങൾ. ഈദെന്ന് പറയുമ്പോൾ സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വിളനിലമാണ്. സന്തോഷം പ്രകടിപ്പിക്കാനും ആഹ്ലാദം പ്രകടിപ്പിക്കാനുമുള്ള ഒരു സുദിനമായിട്ടാണ് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് മുമ്പിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അതുപോലെ തന്നെ വിശ്വസാഹോദര്യത്തിൻ്റെയും ഒരു അർപ്പണ മനോഭാവം കൂടിയാണ് ഈ ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ വർത്തമാന കാലഘട്ടത്തിൽ മത സൗഹാർദ്ദം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന, സാഹോദര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാഹോദര്യവും സൗഹാർദ്ദവും മതങ്ങൾ ഏത് ജാതിയാണെങ്കിലും മതങ്ങൾപ്പെട്ടവർ അവർ ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞ് ചേർത്ത് പിടിക്കലിൻ്റെയും ഒരു സന്ദേശം കൂടിയാണ് ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത്. പരിപൂർണമായിട്ടും അവൻ്റെ രക്ഷിതാവിന് മുമ്പിൽ എല്ലാം സമർപ്പിച്ച് കഴിഞ്ഞ ഒരു മാസക്കാലം അവൻ എങ്ങനെയാണോ ജീവിച്ചത് അതേ നിലയിൽ ഇനിയുള്ള മുമ്പോട്ടുള്ള അവൻ്റെ ജീവിതവും എല്ലാം അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കാൻ പ്രചോദനമാണ് കഴിഞ്ഞുപോയ ഒരു മാസക്കാലം. അതുകൊണ്ട് സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും വിളനിലമാകുന്ന പരിശുദ്ധമായ ഇസ്ലാം ചേർത്ത് പിടിക്കലിൻ്റെയും അതുപോലെ തന്നെ സാഹോദര്യം ഊട്ടിപ്പുറപ്പിക്കുന്നതിൻ്റെ ആവശ്യകതയും മനസ്സിലാക്കി എല്ലാവരും ഒന്നാണെന്നുള്ള ചിന്തയോടുകൂടി കഴിയണം. അതായിരിക്കണം ഈദുൽ ഫിത്തറിൻ്റെ സന്ദേശം. എല്ലാവർക്കും പരിശുദ്ധമായ ഈ പാമ്പനാർ മുസ്ലിം ജമാഅത്തിൻ്റെ പേരിലും വ്യക്തിപരമായി എൻ്റെ പേരിലും എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട സഹോദര സമുദായ അംഗങ്ങൾക്കും എല്ലാവർക്കും 1000 ഹൃദ്യമായ
ഈദാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. തുടർന്ന് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത വിശ്വാസികൾക്ക് പള്ളി ഇമാം ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. ശക്തമായി എതിർത്ത ഒന്നാണ് ലഹരി ഉപയോഗം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഹരി എല്ലാ തിന്മകളുടെയും താക്കോലാണ്. ലഹരി ഉപയോഗം ഒരു കുടുംബത്തെ സാമൂഹികമായി, വ്യക്തിപരമായി, സാമ്പത്തികമായി തകർക്കുന്ന തിന്മയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആയതിനാൽ വിശ്വാസികളായ ലഹരി ഉപയോഗിക്കുകയോ വിൽക്കുകയോ അതിനെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലായ ഈ നല്ല സുദിനത്തിൽ ഞങ്ങൾ ഒന്നടങ്കം പ്രതിജ്ഞയെടുക്കും. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏവർക്കും പീരുമേട് ലൈവ് ന്യൂസ് ടീമിൻ്റെ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ. ന്യൂസ് ബ്യൂറോ, പീരുമേട്.